കാറ്റിൽ ആടി ഉലഞ്ഞു വീഴുന്ന മാമ്പഴത്തെ നോക്കി പുഞ്ചിരിക്കുന്ന ഉതുപ്പാന് അയവിറക്കാൻ ഓർമ്മകൾ ഏറെയാണ്. സാവിത്രിയമ്മ പോയതിനു ശേഷം പാതി വഴിയിൽ എവിടെയോ ഒറ്റപ്പെട്ടു പോയൊരു സാധു. ഉതുപ്പാൻ ഇന്ന് ജീവിക്കുന്നത് സാവിത്രിയമ്മയുടെ ഓർമ്മകളിലാണ്. അവൾ പകർന്നു നൽകിയ രുചിക്കൂട്ടുകളിലാണ്. ചെറുപ്പം മുതലേ സാവിത്രിയുടെ ഏറ്റവും പ്രിയപ്പെട്ട സമയമാണിത്. മുറ്റത്തെ മാവിലെ പഴുത്ത മാമ്പഴം ഊർന്നു വീഴുന്ന കുംഭമീന മാസം. മഞ്ഞും വെയിലും കാറ്റും കൊണ്ട പഴുത്ത മാമ്പഴത്തിന്റെ തൊലി മെല്ലെ ചീകിയിറക്കുമ്പോൾ അതിൽ നിന്നും വീഴുന്ന തേൻതുള്ളികൾക്ക് ഉതുപ്പാന്റെയും സാവിത്രിയുടെയും പ്രണയത്തിന്റെ മധുരമാണ്. എന്നാൽ സാവിത്രിക്ക് അതിനൊന്നും ഇഷ്ടമെന്തെന്ന് ഉതുപ്പാന് നന്നായി അറിയാം. ചെമ്പുതളികയിലേക്ക് മാറ്റി ആവി പറക്കുന്ന പുട്ടിന് മേലെ കൈവച്ചുടച്ച് ലേശം പഞ്ചസാരയും നനവുമാറാത്ത തേങ്ങാപ്പീരയും ആ മാമ്പഴവും ചേർത്തിളക്കി ഉതുപ്പാൻ സാവിത്രിയുടെ മുഖത്തേക്കൊന്ന് നോക്കി. ചൂടുപാറുന്ന പുട്ടും മാമ്പഴവും ചേർന്ന ആ സുഗന്ധം ആ മുറിയാകെ പടർന്നു. നാവില് വെള്ളമൂറിക്കൊണ്ടുള്ള സാവിത്രിയുടെ ആ പുഞ്ചിരി ഉതുപ്പാന്റെ ഹൃദയത്തിൽ എന്നുമുണ്ട്. അവളുടെ ആ മുഖം ഉതുപ്പാന്റെ നെഞ്ചിനെ ഇടയ്ക്ക് എപ്പോഴേക്കോ ഒന്ന് നുള്ളി നോക്കിയെങ്കിലും എന്തിനൊപ്പവും ചേരുന്ന അവളുടെ പ്രിയപ്പെട്ട ഈ രുചിക്കൂട്ടാണ് അന്നും ഇന്നും ഇന്നും ഉതുപ്പാനെ കൂട്ട്. ഇത് കാലത്തിനു മേൽ പ്രണയം കാത്തുവെച്ച രുചി.